ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇനി വരാൻ പോകുന്ന PSCയുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ഭാഗമാണ് നാഷണൽ ഫിലിം അവാർഡ്. ഇതിൽ നിന്നും PSC ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞു. ഇനി വരുന്ന എക്സാമിനും ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസുകൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നന്നായി പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ്. രണ്ട് തരത്തിലും ചോദിക്കാം. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് എന്നും ചോദിക്കാം. 2025 നാഷണൽ ഫിലിം അവാർഡ് എന്ന് രണ്ട് തരത്തിലും ക്വസ്റ്റ്യൻ വരാം. 2023 ജാനുവരി 1 മുതൽ ഡിസംബർ 31 വരെയും സെൻസർ ചെയ്ത സിനിമകൾക്കാണ് അവാർഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്ന് മുതലാണ്? 2023 ജാനുവരി 1 മുതൽ ഡിസംബർ 31 വരെയും സെൻസർ ചെയ്ത സിനിമകൾക്കാണ് അവാർഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മികച്ച നടനുള്ള അവാർഡ് ഇത്തവണ 2 പേർക്ക് കിട്ടിയിരിക്കുന്നത്. ഷാറുഖ് ഖാനും വിക്രാന്ത് മാസിക്കുമാണ്. മികച്ച നടൻ ഷാറുഖ് ഖാൻ, വിക്രാന്ത് മാസി. ഷാറുഖ് ഖാന് കിട്ടിയത് ചിത്രം ജവാൻ. ഷാറുഖ് ഖാന് അവാർഡ് കിട്ടിയ ചിത്രമാണ് ജവാൻ. വിക്രാന്ത് മാസിക്ക് കിട്ടിയ അവാർഡ് ഏത് സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ്? 12th ഫെയിൽ. വിക്രാന്ത് മാസിക്ക് കിട്ടിയത് 12th ഫെയിൽ. മികച്ച നടി റാണി മുഖർജി. മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കിട്ടിയത്. മികച്ച നടി റാണി മുഖർജി. മികച്ച സഹനടിക്കുള്ള അവാർഡ് കിട്ടിയത് ഉർവശിക്കാണ്. ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്ക് മികച്ച സഹനടി 2 പേർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരാൾ ഉർവശി ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. മികച്ച സഹനടി രണ്ടാമത്തെ ആൾക്ക് കിട്ടിയത് ജാങ്കി ബോഡിവാല. ഗുജറാത്തി കറിക്കാണ്. വാഷ് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പേരെന്താ? ജാങ്കി ബോഡിവാല. വാഷ് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. മികച്ച സഹനടി ഉർവശിയും ജാങ്കി ബോഡിവാല. മികച്ച സഹനടൻ വിജയരാഘവൻ, പൂക്കാലം. MS ഭാസ്കർ, പാർക്കിംഗ്. മികച്ച നടനും 2 പേർക്ക് കിട്ടിയിട്ടുണ്ട്. വിജയരാഘവൻ പൂക്കാലം എന്ന് പറയുന്ന സിനിമയ്ക്കും MS ഭാസ്കർ പാർക്കിംഗ് എന്ന് പറയുന്ന സിനിമയ്ക്കും വേണ്ടിയിട്ട്. മികച്ച മലയാള സിനിമ ഉള്ളൊഴുക്ക്. സംവിധായകൻ ക്രിസ്റ്റോ ടോമി. മികച്ച മലയാള സിനിമ ഉള്ളൊഴുക്ക്. സംവിധായകൻ ക്രിസ്റ്റോ ടോമി. ഈ ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് സഹനടി അവാർഡ് ഉർവശിക്ക് കിട്ടിയത്. മികച്ച സംവിധായകനുള്ള അവാർഡ് കിട്ടിയത് സുദീപ്തോ സെന്നിനാണ്. ദി കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. മികച്ച സംവിധാനത്തിനുള്ള അവാർഡ് കിട്ടിയത് സുദീപ്തോ സെൻ. ദി കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. മികച്ച ആനിമേഷൻ ഫിലിമാണ് ഹനുമാൻ. സംവിധായകൻ പ്രശാന്ത് വർമ്മ. മികച്ച ആനിമേഷൻ ഫിലിമാണ് ഹനുമാൻ. സംവിധായകൻ പ്രശാന്ത് വർമ്മ. ഒന്നുകൂടി. മികച്ച നടി റാണി മുഖർജി. മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. മികച്ച സഹനടി 2 പേർക്ക് കിട്ടി. ഉർവശി ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയ്ക്കും വേണ്ടി. ജാങ്കി ബോഡിവാല വാഷ് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഗുജറാത്തി ഫിലിമാണ്. മികച്ച സഹനടൻ വിജയരാഘവൻ, പൂക്കാലം. മികച്ച സഹനടൻ 2 പേർക്ക് കിട്ടിയ അവാർഡ് MS ഭാസ്കർ, പാർക്കിംഗ് എന്ന് പറയുന്ന സിനിമയ്ക്ക്. മികച്ച മലയാള സിനിമ ഉള്ളൊഴുക്ക്. സംവിധായകൻ ക്രിസ്റ്റോ ടോമി. മികച്ച സംവിധായകൻ സുദീപ്തോ സെൻ. ദി കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ. മികച്ച ആനിമേഷൻ ഫിലിമാണ് ഹനുമാൻ. സംവിധായകനാണ് പ്രശാന്ത് വർമ്മ. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനിങ്. കലാ സംവിധാനം മോഹൻദാസ്. 2018 സിനിമയ്ക്ക്. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനിങ്, കലാ സംവിധാനം മോഹൻദാസാണ്. 2018. മികച്ച എഡിറ്റർക്കുള്ള അവാർഡ് കിട്ടിയത് മിഥുൻ മുരളി, പൂക്കാലം എന്ന സിനിമയ്ക്ക്. മികച്ച എഡിറ്റർക്കുള്ള അവാർഡ് കിട്ടിയത് മിഥുൻ മുരളി, പൂക്കാലം എന്ന സിനിമയ്ക്ക്. മികച്ച സൗണ്ട് ഡിസൈൻ, റീ റെക്കോർഡിംഗ്, മിക്സ്, സ്പെഷ്യൽ മെൻഷൻ
M.R. രാജകൃഷ്ണൻ, ആനിമൽ എന്ന് പറയുന്ന സിനിമയ്ക്ക്. മികച്ച സൗണ്ട് ഡിസൈൻ M.R. രാജകൃഷ്ണന്. മികച്ച കുട്ടികളുടെ ചിത്രംനാൽ 2. മികച്ച കുട്ടികളുടെ ചിത്രമാണ്നാൽ 2. സംവിധായകൻ സുധാകർ റെഡ്ഡിയാങ്കാന്തി. മികച്ച കുട്ടികളുടെ ചിത്രംനാൽ 2. നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ പ്രത്യേക പരാമർശം നെക്കൽ. സംവിധായകൻ M.K. രാംദാസ്. നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ പ്രത്യേക പരാമർശം നെക്കൽ. സംവിധായകൻ M.K. രാംദാസ്. മികച്ച ഛായാഗ്രാഹകൻ പ്രശാന്തനു മോഹപത്ര. ദി കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക്. മികച്ച ഛായാഗ്രാഹകൻ പ്രശാന്തനു മോഹപത്ര. ദി കേരള സ്റ്റോറി എന്ന് പറയുന്ന ഫിലിമിന്. മികച്ച നവാഗത സംവിധായകൻ ആശിഷ് ബെൻഡെ. മികച്ച നവാഗത സംവിധായകൻ ആശിഷ് ബെൻഡെ. മികച്ച ജനപ്രിയ ചിത്രം റോക്കി ഓർ റാണി കി പ്രേം കഹാനി. സംവിധായകൻ കരൺ ജോഹർ. മികച്ച ജനപ്രിയ ചിത്രം റോക്കി ഓർ റാണി കി പ്രേം കഹാനി. സംവിധായകൻ കരൺ ജോഹർ. മികച്ച പിന്നണി ഗായകൻ PVNS രോഹിത്. മികച്ച പിന്നണി ഗായകൻ PVNS രോഹിത്. മികച്ച പിന്നണി ഗായിക ശിൽപ റാവു. മികച്ച പിന്നണി ഗായിക ശിൽപ റാവു. മികച്ച സംഗീത സംവിധായകൻ GP പ്രകാശ് കുമാർ. മികച്ച സംഗീത സംവിധായകൻ GV പ്രകാശ് കുമാർ. മികച്ച സംഗീത സംവിധായകൻ GV പ്രകാശ് കുമാർ. മികച്ച സൗണ്ട് ഡിസൈനർ സച്ചിൻ സുധാകരൻ, ഹരിഹരൻ മുരളീധരൻ. മികച്ച സൗണ്ട് ഡിസൈനർ സച്ചിൻ സുധാകരനും ഹരിഹരൻ മുരളീധരനുമാണ്. ഫീച്ചർ ഫിലിം ജൂറി ചെയർപേഴ്സണാണ് അശുതോഷ് ഗോവരിക്കർ. ഫീച്ചർ ഫിലിം ജൂറി ചെയർപേഴ്സണാണ് അശുതോഷ് ഗോവരിക്കർ. നോൺ ഫീച്ചർ ഫിലിം ജൂറി ചെയർപേഴ്സണാണ് P. ശ്രേഷ്ഠി. നോൺ ഫീച്ചർ ഫിലിം ജൂറി ചെയർപേഴ്സണാണ് P. ശേഷാദ്രി. നമുക്ക് ഒന്നുകൂടി ബാക്കിൽ നിന്നും ഫ്രണ്ടിലേക്ക് ഒന്ന് റിവിഷൻ പോലെ ചെയ്യാം. നോൺ ഫീച്ചർ ഫിലിം ജൂറി ചെയർപേഴ്സണാണ് P. ശേഷാദ്രി. ഫീച്ചർ ഫിലിം ജൂറി ചെയർപേഴ്സൺ അശുതോഷ് ഗോവരിക്കർ. മികച്ച സൗണ്ട് ഡിസൈനറാണ് സച്ചിൻ സുധാകരൻ, ഹരിഹരൻ മുരളീധരൻ. മികച്ച സംഗീത സംവിധായകനാണ് GV പ്രകാശ് കുമാർ. മികച്ച പിന്നണി ഗായികയാണ് ശിൽപ റാവു. മികച്ച പിന്നണി ഗായകനാണ് PVNS രോഹിത്. മികച്ച ജനപ്രിയ ചിത്രം റോക്കി ഓർ റാണി കി പ്രേം കഹാനി. സംവിധായകൻ കരൺ ജോഹർ. മികച്ച നവാഗത സംവിധായകനാണ് ആശിഷ് ബെൻഡെ. മികച്ച ഛായാഗ്രാഹകനാണ് പ്രശാന്തനു മോഹപത്ര. ദി കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയിൽ. മികച്ച നവാഗത സംവിധായകനാണ് ആശിഷ് ബെൻഡെ. മികച്ച ഛായാഗ്രാഹകനാണ് പ്രശാന്തനു മോഹപത്ര. ദി കേരള സ്റ്റോറി. മികച്ച ഛായാഗ്രാഹകൻ പ്രശാന്തനു മോഹപത്ര. ദി കേരള സ്റ്റോറി. നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൻ്റെ പ്രത്യേക പരാമർശമാണ് നെക്കൽ. നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൻ്റെ പ്രത്യേക പരാമർശമാണ് നെക്കൽ. സംവിധായകൻ M.K. രാംദാസ്. മികച്ച കുട്ടികളുടെ ചിത്രമാണ്നാൽ 2. സംവിധായകൻ സുധാകർ റെഡ്ഡിയാങ്കാന്തി. മികച്ച സൗണ്ട് ഡിസൈനറാണ്
എം ആർ രാജകൃഷ്ണൻ. മികച്ച എഡിറ്ററാണ് മിഥുൻ മുരളി. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനിങ് ആണ് മോഹൻദാസ്. 2018 മികച്ച പ്രൊഡക്ഷൻ ഡിസൈനാണ് മോഹൻദാസ്. മികച്ച ആനിമേഷൻ ഫിലിമാണ് ഹനുമാൻ. സംവിധായകൻ പ്രശാന്ത് വർമ്മ. മികച്ച സംവിധാനം സുദീപ് സോസൻ. ദി കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കിട്ടിയത്. മികച്ച മലയാള സിനിമ ഉള്ളൊഴുക്ക്. സംവിധായകൻ ക്രിസ്റ്റോ ടോമി. മികച്ച സഹനടൻ വിജയരാഘവൻ. പൂക്കാലം. MS ഭാസ്കരൻ. പാർക്കിംഗ്. മികച്ച സഹനടി ഉർവശി. ഉള്ളൊഴുക്ക്. ജാങ്കി ബോഡിവാല. വാഷ് എന്ന് പറയുന്ന സിനിമയ്ക്ക്, അത് ഗുജറാത്തി സിനിമയാണ്. മികച്ച സഹനടി ഉർവശി. ഉള്ളൊഴുക്ക്. ജാങ്കി ബോഡിവാല. വാഷ് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. മികച്ച നടി റാണി മുഖർജി. മികച്ച നടൻ 2 പേർക്ക് കിട്ടി. ഷാറുഖ് ഖാൻ ജവാൻ എന്ന് പറയുന്ന സിനിമയ്ക്കും വിക്രാന്ത് മാസിക് 12th ഫെയിൽ എന്ന് പറയുന്ന സിനിമയ്ക്കും. മികച്ച ചിത്രം 12th ഫെയിൽ. സംവിധായകൻ വിധു വിനോദ് ചോപ്ര. 2023 ജാനുവരി 1 മുതൽ ഡിസംബർ 31 വരെയും സെൻസർ ചെയ്ത സിനിമയ്ക്കാണ് അവാർഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം. താങ്ക് യു. എല്ലാവരും ഇത് ക്ലാസ് റിപ്പീറ്റ് ചെയ്തിട്ട് നന്നായി പഠിക്കണം. നന്നായി പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. താങ്ക് യു.